ഹലോ എല്ലാവർക്കും ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു ബീഫ് പെരട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുക്കറിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. എല്ലാ സാധനങ്ങളും ഇട്ട് കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മളിത് പെരട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് 2 വലിയ സവാള സ്ലൈസ് ചെയ്തതാണ്, 2 പച്ചമുളക്, 4-5 പീസ് ചെറിയുള്ളി ചതച്ചെടുത്തത്, 4-5 പീസ് വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തത്, അരമുറി നാരങ്ങ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്ത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചാറൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റോളം തീ കുറച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് നല്ല പെരട്ടി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 7 to 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ ചാറിനെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ ചാറൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് സവാള അരിഞ്ഞത്, കുറച്ച് മല്ലിയില കൂടി നമുക്ക് ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം എന്നാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ലാസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ബീഫ് പെരട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് പൊറോട്ട, ചപ്പാത്തി, അരിപ്പത്തിരി, ഇടിയപ്പം എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് പുതിയ വീഡിയോസുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ, ബൈ.